I'm Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോപ്പർ പ്ലാന്റുകളെയാണ്. നമ്മുടെ പൂച്ചവാലൻ്റെ കുടുംബമാണ് ഈ കോപ്പർ പ്ലാന്റുകൾ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള നല്ല ഇലച്ചാർത്തുള്ള ഒരു ചെടിയെയാണ്. വളരെ എളുപ്പത്തിൽ വളർത്താവുന്നതും പരിചരണം വളരെ കുറവുമുള്ളതുമായ ഈ ചെടിയുടെ പേരാണ് അക്കാലിഫ വിക്കിസീനിയ. 2 മീറ്റർ വരെ ഉയരത്തിലേക്ക് വളരുമെങ്കിലും കോതി ഒതുക്കിയാൽ നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരു ഓർണമെൻ്റൽ പ്ലാന്റാണ് ഈ അക്കാലിഫ. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, കോപ്പർ പ്ലാന്റ്. ഈ കോപ്പർ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളുടെ അരികുകൾ സെറേറ്റഡ് ആണ്. അറക്കവാൾ പോലെ കൊതഞ്ഞ് അരിമ്പുകൾ പോലെ കാണപ്പെടുന്നു. ചില ഇനത്തിൽ വളരെ പ്രകടമായിട്ട് ഇത് കാണുകയും ചെയ്യും. ഇതിൻ്റെ ഒരു പ്രത്യേകത, വെട്ടി ഒതുക്കിയാൽ വശങ്ങളിലേക്കും ഇത് നല്ലവണ്ണം ഒറ്റ കമ്പായി പോകാതെ വശങ്ങളിലേക്ക് വളർത്തുവാൻ സാധിക്കും. ഇത് നോക്കിക്കേ, ഒരു 3/4 മീറ്റർ ഉയരത്തിൽ മാത്രമാണ് ഈ ചെടിയുള്ളത്. പക്ഷേ ഇതിൻ്റെ പരപ്പ് കണ്ടോ, ഇത്ര കണ്ടിങ്ങനെ പരന്നാണ് ഈ ചെടി നിൽക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഭംഗിയും. നിങ്ങൾക്ക് ചട്ടിയിലും ഇതേപോലെ കോതി ഒതുക്കി വളർത്താവുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ വിവിധ നിറങ്ങളുണ്ട്. നമുക്ക് ചിലതിനെ കാണാം. ഇത് കണ്ടോ, നേർത്ത ഇലയിൽ നല്ല കോഫി കളറിൽ അരികു ഭാഗം ഒരു റെഡിഷ് ഓറഞ്ചായിട്ട്. ഇത് കണ്ടോ, വേറൊന്ന് കുടുക്ക കുത്തിയ പോലെയല്ലേ നിൽക്കുന്നതെന്ന് നോക്കിയേ. ഇത് കണ്ട, ഇത് പറമ്പിലാണ് നട്ടിരിക്കുന്നത്, മണ്ണിൽ. നോക്കിയേ, ഉയരം കുറഞ്ഞ് നല്ല ഭംഗിയായിട്ടല്ലേ നിൽക്കുന്നത്. നോക്കാം, ഒട്ടും പൊക്കം വെക്കാതെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. ഇത് റെഡിൽ ലൈറ്റ് ഓറഞ്ച് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ സ്പ്ലാഷസ് ഉണ്ട്, പിങ്ക് കളറുണ്ട്, അതേ തന്നെ ലൈറ്റ് ബിസ്ക്കറ്റ് കളർ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ പല കളറുകൾ പ്രത്യേക ഷെയ്ഡുകളിൽ, ഒരല്പം ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ഉണ്ട്, എല്ലാം ചേർന്നിട്ട്. അത് മാത്രമല്ല, ഇതങ്ങനെ അങ്ങോട്ട് ഒരു ദൂരെ സീൻ എടുത്ത് നോക്കട്ടെ. ഇതാ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, കുടുക്ക കുത്തിയ പോലെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ഒരു വാഴക്കുഞ്ഞ് വളർന്നു വരികയാണേ. പക്ഷെ അതിവിടെ വളരണ്ട, ഇതിനെ നമുക്ക് കളയാം. ഇതിനെ ഞാൻ പറിച്ച് കളഞ്ഞു, കാരണം അത് വേണ്ട. ഇത് തന്നെ അങ്ങനെ കുടുക്ക കുത്തി നിൽക്കട്ടെ. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതും അക്കാലിഫയിലെ ഒരിനമാണ്. ഇതിൻ്റെ അകത്ത് പൂക്കളൊക്കെ വേണ്ട, വേണ്ട, പിങ്ക് പൂക്കളാണ്. വേണ്ട, അതാ കണ്ടില്ലേ. ഇത് വേറൊരു ഇനമാണ്. നിങ്ങൾക്കറിയാമല്ലോ, അക്കാലിഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ചബാലൻ ചെടിയുടെ ഗ്രൂപ്പുകാരാണ് ഇവർ. നോക്കിക്കേ, അതിൻ്റെ പൂവൊക്കെ കണ്ടില്ലേ. ഇത് അക്കാലിഫ വിക്കിസീനിയാണ്. ഇത് കണ്ടോ, നല്ല മെറൂണിഷ് റെഡും ചില ഭാഗത്തെ കോഫി കളറും അതേപോലെ തന്നെ ലൈറ്റ് ഗ്രീനും
ഇതിൻ്റെ ഇലയുടെ മുകളിലെല്ലാം കോഫി കളർ സ്പ്ലാഷസും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഈ ചെടിയും വളരെ മനോഹരിയാണ്. ഈ ചെടി വേണമെങ്കിലൊന്ന് വെട്ടാനായിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗം വെച്ചങ്ങോട്ട് നമ്മൾ കണ്ടോ, അപ്പോഴേക്കും അത് കുറച്ചുകൂടെ ബുഷിയായിട്ട് വന്നു. ഇതിനെ അതേപോലെ ഏത് ഭാഗമാണോ കൂടുതലായിട്ട് വളരുന്നത് ആ ഭാഗത്തെ നമുക്ക് ഒന്നൊടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ബുഷിയായിട്ട് അങ്ങ് വളരും. അപ്പോൾ ഇങ്ങനെ പല നിറത്തിലും ഭംഗിയിലും നിൽക്കുന്ന ഈ ചെടി നേരമില്ലാത്തവർക്കൊക്കെ നല്ലൊരു അനുഗ്രഹമാണ്. കാരണം ഇതൊന്ന് കുത്തി കൊടുത്താൽ വീട്ടിൽ നല്ല നമ്മുടെ വീട്ടിൽ നല്ല നിറച്ചാർത്തുണ്ടാവുകയും ചെയ്യും. വലിയ പരിചരണമൊന്നും വേണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വർഷത്തിൽ 2-3 പ്രാവശ്യം അല്പം ജൈവവളം ഇട്ട് കൊടുത്താൽ മതി. സാധാരണ മണ്ണിലും വളരും. അതല്ല ചട്ടിയിലാണെങ്കിൽ മണൽ, അല്പം ചാണകപ്പൊടി അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ചേർന്ന മിശ്രിതത്തിൽ നടാവുന്നതാണ്. ഇനി സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പാർഷ്യൽ ഷെയ്ഡിൽ നിൽക്കും, അതുപോലെ തന്നെ നല്ല പ്രകാശത്തിൽ നിൽക്കും. നല്ല പ്രകാശത്തിൽ നിൽക്കുമ്പോഴാണ് നല്ല നിറം കിട്ടുന്നത്, അല്ലെങ്കിൽ ഇരുണ്ടുകൂടി നിൽക്കും. അപ്പോൾ വെയിലും പ്രശ്നമല്ല. വെയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ കാര്യം ശ്രദ്ധിക്കുക. നല്ല വെയിലും നല്ല വെള്ളവും അല്പം ജൈവവളമോ എന്തെങ്കിലും 2-3 പ്രാവശ്യം ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ പരിചരണം പൂർത്തിയായി. പ്രൊപ്പഗേഷൻ എളുപ്പം. അപ്പോൾ വളരെ സുന്ദരമായ ഇലകളോട് കൂടിയ ഈ ചെടികളെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇന്ത്യൻ കോപ്പർ പ്ലാന്റിൻ്റെ മറ്റൊരു ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. പച്ചയും മഞ്ഞയും ചേർന്നത് നോക്കിക്കേ, നല്ല പൂത്തുലഞ്ഞു നിൽക്കുന്ന കോപ്പർ പ്ലാന്റ്. ഈ ഇലയുടെ അരിഭാഗം നോക്കിക്കേ, അരിമ്പരുമ്പ് പോലെയല്ലേന്ന്. ഈ മഞ്ഞയുടെയൊക്കെ നോക്കിക്കേ, അരിക് കണ്ടാൽ എന്തൊരു ഭംഗിയാ. ഈ മഞ്ഞയിൽ പച്ച കുഞ്ഞു കുഞ്ഞു സ്പ്ലാഷസും, പച്ചയിൽ മഞ്ഞയും മഞ്ഞയിൽ പച്ചയുമായിട്ടുള്ള സ്പ്ലാഷസും ചേർന്ന് വളരെ മനോഹരമായിട്ട് നമ്മുടെ പൂച്ചവാലൻ്റെ കുടുംബത്തിലെ അംഗമാണിത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പൂക്കൾ പൂച്ചവാലിൻ്റെ പോലെ അങ്ങോട്ട് താഴേക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെയുള്ള ഇത് കണ്ടില്ലേ, ഈ മതിലിൻ്റെ സൈഡിൽ നട്ടിട്ടത് അങ്ങനെ ഒരു മരം പോലെയാണ് നിൽക്കുന്നത്. എന്തുമാത്രം ഇലകളാണ്, എന്തുമാത്രം ഭംഗിയാണ്. നല്ല ഒരു കൺകുളിർക്കെ കാണാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ഈ അക്കാലിഫ മിക്സഡ് കളർ. ഇത് കണ്ടോ, ഈ കോപ്പർ പ്ലാന്റിൻ്റെ അഗ്രഭാഗം മതി, ഒത്തിരി മൂത്ത കമ്പ് വേണ്ട. ഇതേപോലെ അഗ്രഭാഗം എടുക്കുക. എന്നിട്ട് ഈ ഇലകളൊക്കെ കളഞ്ഞ് അഗ്രവും വേണയൊന്ന് കളഞ്ഞ് ഇതേപോലെ കഷ്ണമാക്കിയ ശേഷം നമ്മുടെ സാധാരണ പോട്ടിംഗ് സോയിലിൽ ഇത് നനവുണ്ട്, അതുകൊണ്ട് ഇത് നനയ്ക്കേണ്ട ആവശ്യമില്ല. തണലിൽ നനവില്ലാത്ത മണ്ണാണെങ്കിൽ നല്ലവണ്ണം നനച്ച് തണലിലേക്ക് വെച്ചേക്കുക. അതവിടെ ഇരുന്ന് നല്ലവണ്ണം വേര് പിടിച്ച് അല്ലേ. ഇത് കണ്ടോ, മഞ്ഞയും പച്ചയും ചേർന്ന ചുളിവുകളില്ലാത്ത ഇനം. നമ്മൾ നേരത്തെ കണ്ടത് ചുളിവുകളുള്ളതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു തൈയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ പല കളറിലുണ്ട്, കോഫി കളറും അങ്ങനെ. അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഈ കോപ്പർ പ്ലാന്റിൻ്റെ ഒരു ഗ്രൂപ്പ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. വളരെ ഈസി ആയിട്ടൊരു കഷ്ണം കിട്ടിയാൽ നമുക്ക് വളർത്തിയെടുക്കുകയും ചെയ്യാം. പല വർണ്ണങ്ങൾ നമ്മുടെ വീട്ടിൽ കിട്ടുകയും ചെയ്യും.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.